എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൾറെഡി നമുക്കറിയാം ഇവിടത്തേക്ക് PR-ഉം സ്റ്റുഡൻറ് വിസയിലും അല്ലാണ്ട് ആൾക്കാർ വന്നിരുന്ന വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ LMIA വിസയായിരുന്നു. അതായത് നമുക്കൊരു 10 മുതൽ 20-25 ലക്ഷം രൂപയൊക്കെ കൊടുക്കുമ്പോഴത്തേന് LMIA വിസ കിട്ടുകയും ഇവിടത്തേക്ക് ആൾക്കാർ വന്ന് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ LMIA വിസയിൽ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ ഗവൺമെൻറ് കുറേ കമ്മിറ്റീസിനെയൊക്കെ രൂപീകരിച്ചിട്ട് കുറച്ച് സ്റ്റഡീസൊക്കെ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് LMIയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇവർ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ സെപ്റ്റംബർ 2024 മുതലാണ് പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടുള്ള 3 അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം LMIA തന്നെ 2 രീതിയിൽ വരും. ലോ വേജസ് LMIA ഉണ്ട്, ഹൈ വേജസ് LMIA ഉണ്ട്. സ്റ്റിൽ കുറേ ആൾക്കാർക്ക് LMIA കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടിട്ടാണ് കിട്ടുന്നത്, എന്ത് LMIയിലാണ് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വർക്ക് പെർമിറ്റ് ഒക്കെ കഴിയാറാകുന്ന സമയത്ത് PR കിട്ടാതെ വരുമ്പോഴത്തേന് ഇവിടെ നിൽക്കുന്ന സ്റ്റുഡൻസ് തന്നെ LMIA വിസയിലേക്ക് സ്വിച്ച് ചെയ്യാറുണ്ട്. അത് നോർമലി ലോ വേജസ് LMIയിലേക്കാണ് സ്വിച്ച് ചെയ്യുക. കാരണം ഈ ഹൈ വേജസ് LMIനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ലോ വേജസ് LMIA എടുക്കാൻ വേണ്ടി കാശ് കുറച്ച് കൊടുത്താൽ മതി. അതുകൊണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ലോ വേജസ് LMIA ആണ് ചൂസ് ചെയ്യുന്നത്. ഈ ലോ വേജസ് LMIA വെച്ചിട്ടാണ് ഇവിടുത്തെ എംപ്ലോയേഴ്സ് ഒരുപാട് ചൂഷണങ്ങൾ നടത്തുകയും ഒരുപാട് കാശ് പുറത്തുനിന്ന് ആൾക്കാരെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോ വേജസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ കാനഡ ഗവൺമെന്റ് ഏറ്റവും കൺസേൺ ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പററി റെസിഡൻസിന്റെ നമ്പർ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ടെമ്പററി വിസയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറയ്ക്കുക എന്ന ഉള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഈ LMIA വിസ അവർ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ LMIA വിസ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടിട്ട് ഇവിടെയുള്ള കനേഡിയൻസിന് വേണ്ടത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. കാരണം എല്ലാ എംപ്ലോയേഴ്സും പുറത്ത് LMIA കാശ് കൊടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡി ആയിട്ട് ഇരിക്കുമ്പോഴത്തേന് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുകയാണ്. അപ്പോൾ ഇവർ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ജോലി ചെയ്യാൻ ആളില്ല, അങ്ങനെ ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് പുറത്ത് LMIA മറിച്ച് വിൽക്കുകയാണ് ഈ വിസകൾ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് LMIA റൂൾസ് ഈ കാനഡ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LMIയുടെ സസ്പെൻഷനാണ് അൺഎംപ്ലോയ്മെന്റ് ഏരിയാസിലുള്ള, അതായത് മെട്രോപൊളിറ്റൻ റീജിയൻസിലും. അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആ ഒരു റീജിയനിൽ 6% അതിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടുത്തെ ലോ വേജസ് ഉള്ള LMIയുടെ സസ്പെൻഷനാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻ കേസ് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോ വേജസ് ആണ്. കാരണം ഒരുപാട് ഫ്രോഡ് നടക്കുന്ന ലോ വേജസ് LMIA വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലോ വേജസ് LMIA മേടിക്കാനും മറ്റേ ഹൈ വേജസ് LMIA മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എമൗണ്ട് കുറവ് മതി. അതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും ഈ ലോ വേജസ് LMIA ആണ് ചൂസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ എക്സെപ്ഷൻ കേസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഈ എക്സെപ്ഷൻ കേസ് വരുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ ഇതിനകത്ത് പ്രൈമറി അഗ്രികൾച്ചർ ഏരിയാസിൽ LMIA കൊടുക്കാം, പിന്നെ ഫുഡ് പ്രോസസ്സിങ്ങിൽ കൊടുക്കാം, ഫിഷ് പ്രോസസ്സിങ്ങിൽ കൊടുക്കാം, കൺസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് കെയർ വർക്കർ ആ ഒരു ഫീൽഡിൽ കൊടുക്കുക. അതായത് നാട്ടിൽ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് സ്റ്റിൽ ലോ വേജസ് LMIA കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മെട്രോപൊളിറ്റൻ റീജിയൻ, അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 6%-നേക്കാളും കൂടിയിട്ടുള്ള റീജിയനിൽ നിങ്ങൾക്ക് സ്റ്റിലും ലോ വേജസ് LMIA കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ടേഴ്സ് ആണെങ്കിൽ പോസിബിൾ ആണ്. കാരണം ഇതൊരു എക്സെപ്ഷൻ കേസും ഇത്രയും കാര്യങ്ങൾ അവർ പ്രധാനമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ഒരു ഫീൽഡിലൊക്കെ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ അല്ല. അതുകൊണ്ടിട്ട് ലോ വേജിൽ പുറത്തെ കൺട്രീസിൽ നിന്ന് ഫോറിൻ വർക്കേഴ്സിനെ എടുക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരുപാട് ആൾക്കാർക്ക് LMIA കൊടുത്തിരുന്നു, ലോ വേജസ് കൊടുത്തിരുന്നു. ഇവർക്കൊരു പർട്ടിക്കുലർ നമ്പർ ഉണ്ടെങ്കിലും ഇവർ അതൊന്നും വലിയ കാര്യമാക്കാണ്ട് ഒരുപാട് ആൾക്കാർ കൊടുത്തിരുന്നു, ഒരുപാട് ഫോറിൻ വർക്കേഴ്സിനെ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് പറഞ്ഞാൽ 10% ക്യാപ്പാണ് ഇട്ടേക്കുന്നത് ഫോറിൻ വർക്കേഴ്സ്. അതായത് ടോട്ടൽ അവിടെയുള്ള വർക്ക് ഫോഴ്സിന്റെ 10% മാത്രമേ LMIA കൊടുക്കാവൂ. ബാക്കി എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ഇവിടെയുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ 10% ആണ് ടോട്ടൽ വർക്ക് ഫോഴ്സിന്റെ LMIA പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ ത്രൂ TFW. അത് തന്നെ എക്സെപ്ഷൻ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉണ്ട്. അഗ്രികൾച്ചർ, ഫുഡ് പ്രോസസ്സിങ്, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം LMIA അക്സെപ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ LMIA
ഡ്യൂറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം വരെ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഇവിടെ വരാം, ജോലി ചെയ്യാം. ചിലപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി ത്രൂ നിങ്ങൾക്ക് PR അല്ലെങ്കിൽ PNB അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാം. അങ്ങനെ ഇപ്പം ഈ എംപ്ലോയ്മെന്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ലോ വേജസ് LMA ത്രൂ ഉള്ളിലത്തേക്ക് വരുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ആയിരിക്കും, നേരത്തെ പോലെ 2 ഇയർ ഇല്ല. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു 3 അപ്ഡേറ്റ്സ് ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ലോ വേജസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹൈ വേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സ്റ്റഡി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഉടനെ തന്നെ വരും എന്നാണ് കാനഡ ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ LMA വഴി വരാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ LMA ത്രൂ നിങ്ങൾ ഏതെങ്കിലും ഏജൻസിയിൽ കാശൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം അക്സെപ്റ്റ് ചെയ്യാം. കാരണം ഒരുപാട് ഫ്രോഡ് ഈ LMAയുടെ പിന്നിൽ നടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെയുള്ള സ്റ്റുഡൻസും സ്റ്റിൽ LMA നോക്കുന്നുണ്ട്. കാരണം വാലിഡിറ്റി തീരുവാണെങ്കിൽ അവർക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം അവർ നെക്സ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് LMA ചൂസ് ചെയ്ത് അവർ സ്വിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കാം. ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.